മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ഈ ജബലന്നൂറിന്റെ ഉച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹയിൽ പോയി ഏകാന്തനായിരിക്കുക പതിവായിരുന്നു. എല്ലാ ദുഷ്പ്രവർത്തനത്തിൽ നിന്നും ചെറുപ്പം മുതലേ അദ്ദേഹം മുക്തനായിരുന്നു. അതിനാൽ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തന്റെ ജനങ്ങളുടെ തിന്മ നിറഞ്ഞ ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. ബിംബാരാധന, വ്യഭിചാരം, മദ്യപാനം, പെൺകുട്ടികളെ കുഴിച്ചുമൂടൽ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങി നിരവധി ദുഷ്കൃത്യങ്ങളിൽ മുഴുകിയ അവസ്ഥ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സിനെ വേദനിപ്പിച്ചു. ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം ധ്യാനനിരതനായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അന്ന് യാതൊരു സൗകര്യമോ ആൾതാമസമോ ഇല്ലാത്ത ഈ പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം രാത്രിയിൽ പോലും കഴിച്ചുകൂട്ടുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ലോകസൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ആകാശലോകത്ത് നിന്ന് ഈ പർവ്വതത്തിലേക്ക് ഇറങ്ങിവന്ന ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്ക് അദ്ദേഹത്തോട് കൽപ്പിച്ചു, വായിക്കുക. ഭയന്ന് വിറച്ച പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് അദ്ദേഹത്തെ ശക്തമായി അണച്ചുകൂട്ടി വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീട് മലക്ക് ദൈവീക വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. അധ്യായം 96 അലഖ് 1 മുതൽ 5 വരെ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുകൽ അക്രം. الذي علم بالقلم علم الإنسان ما لم يعلم. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ അള്ളിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനത്രേ. പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു. ഇത്രയും കേൾപ്പിച്ച ശേഷം ജിബ്രീൽ അപ്രത്യക്ഷനായി. ക്രിസ്താബ്ദം 610 മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും കർത്താവും ഈശ്വരനും അല്ലാഹുവുമായ ഒരേ ഒരു ദൈവത്തിൽ നിന്ന് അവതരിച്ച ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ തുടക്കമാണത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ചരിത്രപ്രധാനമായ സംഭവം നടന്ന ഹിറാ ഗുഹയാണിത്. ജബലന്നൂർ, പ്രകാശപർവ്വതം എന്ന പേരിലാണ് പിന്നീട് ഹിറാമല പ്രസിദ്ധമായത്. ഹിറാ ഗുഹയിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയത് മുതൽ 23 വർഷത്തെ ജീവിതത്തിൽ പലപ്പോഴായി കിട്ടിയ ദൈവീക വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. 13 വർഷത്തെ മക്കാ ജീവിതം കടുത്ത അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രവാചകന്. ബിംബങ്ങളെ കൈവെടിഞ്ഞ് ഏകദൈവത്തെ ആരാധിക്കാൻ കൽപ്പിച്ചതിനാൽ പ്രവാചകനും അനുചരന്മാരും എണ്ണിയാലൊടുങ്ങാത്ത മർദ്ദനങ്ങൾക്കിരയായി. മക്കയിൽ ജീവിതം അസാധ്യമായി. ശത്രുക്കളുടെ എതിർപ്പും മുസ്ലിങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മദീനയിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ തന്റെ അനുയായികളോട് കൽപ്പിച്ചു. അൻപത്തിമൂന്നാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തന്റെ വീട്ടിൽ നിന്ന് ശത്രുക്കൾ കാണാതെ പുറത്തിറങ്ങി. തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ കാണുന്ന ജബലുസ് സൗറിന്റെ മുകളിലെ ഗുഹ ലക്ഷ്യമാക്കി അവർ നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഗുഹക്കടുത്തെത്തിയ ശത്രുക്കൾ കാണാതിരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി 3 ദിവസം ഒളിച്ചിരുന്ന സൗർ ഗുഹയാണിത്. ശത്രുക്കൾ നബിയെ തിരഞ്ഞ് ഗുഹാമുഖത്തെത്തി. ഭയവിഹ്വലനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പ്രവാചകൻ മന്ത്രിച്ചു,
ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സൃഷ്ടികളിൽ അത്യുത്തമനായ പ്രവാചകന് അഭയം നൽകിയ സൗർ ഗുഹയുടെ ഉൾഭാഗം. അധ്യായം 9 തൗബ 40-ാം സൂക്തത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ശത്രുക്കൾ പിരിഞ്ഞുപോയ ശേഷം രണ്ടുപേരും ഒരു വഴികാട്ടിയുടെ കൂടെ ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് നീങ്ങി. സൗർ മലയിൽ നിന്ന് ഹിറാമലയുടെ ദൂരദൃശ്യം. മദീനയുടെ കഷ്ടിച്ച് 3 കിലോമീറ്ററോളം അടുത്ത് കിടക്കുന്ന ഹുബായിലെത്തിയ പ്രവാചകന്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തി. 4 ദിവസം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ഖുബാ പള്ളി പിൽക്കാലത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് പുതുക്കിപ്പണിതു. പിന്നീട് മദീനയിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ റാനൂനയിലെ വാദി സാലിമിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ആദ്യത്തെ ജുമുഅ നടത്തിയത് ഈ പള്ളിയിൽ വെച്ചാണ്. ഇതാണ് മസ്ജിദുൽ ജുമുഅ. പിന്നീട് ഗവൺമെന്റ് ഇത് പുതുക്കിപ്പണിതു. മദീനയിലെത്തിയ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത ജോലി മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമായി ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. അന്നു നിർമ്മിച്ച കൊച്ചുപള്ളി പിന്നീട് പുതുക്കിപ്പണിതു. ഇപ്പോൾ ഈ മസ്ജിദുൻ നബവി ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമസ്കരിക്കാൻ മാത്രം വിശാലമാണ്. പള്ളി മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസും കോടതിയും ഓഫീസും പാർലമെന്റുമെല്ലാം ഈ പള്ളിയായിരുന്നു. ബദർ. മക്കയിൽ നിന്ന് അവിശ്വാസികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നാടും വീടും വിട്ട് ഓടിപ്പോയ മുസ്ലിങ്ങളെ മദീനയിലും സ്വൈരമായി ജീവിക്കുവാൻ മക്കയിലെ മുശ്രിക്കുകൾ അനുവദിച്ചില്ല. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പണം സംഭരിച്ച ശേഷം അബൂ സുഫിയാനും സംഘവും മടങ്ങിയത് ഈ മണൽക്കുന്നിനപ്പുറത്തുകൂടിയായിരുന്നു. മക്കയിൽ നിന്നെത്തിയ ആയുധസജ്ജരായ 1000-ഓളം വരുന്ന ഖുറൈശി സൈന്യം മദീനയുടെ 80 കിലോമീറ്റർ അടുത്ത് ഈ ബദറിലെത്തിയപ്പോൾ പ്രതിരോധത്തിന് നിർബന്ധിതരായ യുദ്ധസന്നാഹങ്ങൾ കുറഞ്ഞ 313 സഹാബാക്കൾ ഏകദൈവത്തിലും അവന്റെ ദൂതനിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് തുറന്ന പോരാട്ടം നടത്തിയ ബദർ രണാങ്കണമാണിത്. സത്യവിശ്വാസത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ധീര രക്തസാക്ഷികളായി സ്വർഗം കൈവരിച്ച 13 പേരുടെ ഖബറുകൾ സമനിരപ്പായ ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും മറവ് ചെയ്യപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ബദറിലെ ശുഹദാക്കളുടെ പേര് പറയുന്നത് ബദറിന്റെ കാവൽക്കാരൻ സയ്യിദ് ഹുസൈൻ ഫറാജ്, سعد بن خيثمة، صفوان بن وهب، حارث بن صاغة، مبشر بن عبد المنذر، الشمالين بن عبد العمر، مهجع بن صالح، عاقل بن البكير، رافع بن المعلى، عمير بن الحمام، يزيد بن الحارث, ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടുന്ന അവിശ്വാസികളായ ഖുറൈശി സൈന്യം തമ്പടിച്ചത് ഇവിടെയായിരുന്നു. പ്രവാചകന്റെയും മുസ്ലിങ്ങളുടെയും കഠിന ശത്രുവായ അബൂജഹൽ 2 അൻസാരി യുവാക്കളുടെ കയ്യാൽ വധിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആയിരക്കണക്കിന് മലക്കുകൾ ആകാശലോകത്ത് നിന്നിറങ്ങി വന്ന് മുസ്ലിം സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്തു. പ്രവാചകന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം തമ്പടിച്ചത് ഈ സ്ഥലത്തായിരുന്നു. മുസ്ലിങ്ങൾക്ക് സജ്ജീകരണങ്ങൾ എത്രയോ കുറവായിരുന്നിട്ടും ഖുറൈശികൾ യുദ്ധക്കളം വിട്ടോടുകയും ബദറിൽ മുസ്ലിങ്ങൾ ദൈവസഹായത്താൽ വിജയം വരിക്കുകയും ചെയ്തു.
മസ്ജിദ് ഹാരിസ് എന്ന ഈ പള്ളിയുടെ സ്ഥാനത്തായിരുന്നു പ്രവാചകന്റെ തമ്പ്. ബദറിലെ ബന്ദികളിൽ ധനികരെ മോചനദ്രവ്യം വാങ്ങിയും ചില ദരിദ്രരെ 10 മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചുകൊടുത്തതിനാലും പ്രവാചകൻ വിട്ട